എന്ന് പറഞ്ഞ് എത്ര നാളെ സത്യം മറച്ചു വെക്കും ചേച്ചി? ഉറപ്പായിട്ടും പറഞ്ഞേ പറ്റൂ. പക്ഷേ പറയേണ്ട സമയമാകുമ്പോൾ നമുക്ക് പറയാം. അതുവരെ നീ കുറച്ച് സമാധാനമായിട്ടിരിക്കെ. അതിനു മുന്നേ ആരെങ്കിലും സത്യങ്ങൾ പറഞ്ഞു കൊടുത്താ അപ്പൊ എന്റെ അവസ്ഥ ഇതിലും വലിയ മോശമാകില്ലേ ചേച്ചി? എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്ത് ഇപ്പോഴേ സങ്കടപ്പെടുന്നത് വിട്ടിത്തമാണ് വസു. നീ സ്വപ്നത്തിൽ കണ്ടതൊന്നും ഒന്നുമല്ല വസു. ദത്തെടുത്തത് കൊണ്ട് ഉണ്ണിയെയും മാനം പോകുമെന്ന് നിന്നെയും ഈ വീട്ടിൽ ജീവിക്കാൻ അനുവദിക്കുമെന്ന് ഗ്യാരണ്ടി ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നിന്നെ ഉണ്ണിയെ സ്വീകരിക്കാനായിട്ട് നിന്റെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ അത്ര ശരിയില്ല. ഈ പ്രായത്തില് നിങ്ങൾ അവർക്കൊരു ഭാരമാകും. അവരൊരുപാട് കഷ്ടപ്പെടും. ഒരു പെണ്ണിന് ആദ്യ വിവാഹം പരാജയപ്പെടുന്നതേ കഷ്ടമാണ്. അങ്ങനെയുള്ളപ്പോ രണ്ടാം വിവാഹവും പരാജയപ്പെട്ട അതിൽ നിന്ന് തിരിച്ചു വരുന്നത് വളരെ ബുദ്ധിമുട്ടാ. നിന്റെ കൂടെ പിറന്നില്ലെങ്കിലും ഒരു ചേച്ചിയായിട്ട് ഞാൻ പറയാ, നീ ആരെയും ചതിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടുമില്ല, കള്ളം പോലും പറഞ്ഞിട്ടില്ല. ഒരു ചെറിയ സത്യം മറച്ചു വെച്ചു, അത്രേ ഉള്ളൂ. അതൊരു ചെറിയ സത്യമല്ല ചേച്ചി, എന്റെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന സത്യം. അങ്ങനൊന്നും പറയല്ലേ വസു, ഒന്നും ഉണ്ടാവില്ല. സമയമാകുമ്പോ നമുക്ക് പറയാം. നീ സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് കരുതിയാ നിന്റെ അച്ഛനും അമ്മയും കല്യാണം നടത്തിയത്. നീയും ഉണ്ണിയും എത്ര പെട്ടെന്നായി ഈ കുടുംബവുമായി ഒത്തുചേർന്നത്. ഇതിങ്ങനെ തന്നെ പോട്ടെ. നീ സമാധാനമായിട്ടിരിക്കെ. എല്ലാം നല്ലതേ സംഭവിക്കൂ. സമയം 10 കഴിഞ്ഞു. എന്താ ഏട്ടൻ വരാത്തെ? വസുന്ധര, എന്താ ഏട്ടാ ഇത്ര ലേറ്റ് ആയിട്ട് ഓഫീസിലേക്ക് വന്നാൽ എങ്ങനെയാ? അല്ല, ഇതെപ്പോഴാ ഓഫീസായത്? ഓഫീസിൽ നിന്ന് എന്താ ഇത്ര ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരുന്നെന്നാ ചോദിച്ചേ. എന്താ താൻ വല്ലാതെ ഇരിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ, ഒന്നുമില്ല. അല്ല, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷനോ? ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ടെൻഷനൊന്നുമില്ല. എന്താണോ പറ്റിയത്? എന്ത് പറ്റിയെന്ന്? ഒന്നും പറ്റിയില്ല. അല്ല, എന്തോ ഉണ്ട്. എന്തോ കാര്യത്തിന് താൻ ടെൻഷനായിരിക്കുവോ? അതുകൊള്ളാലോ, ഏട്ടൻ കൂടെ ഉള്ളപ്പോ ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ആദ്യം ഏട്ടൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. സത്യത്തിൽ തനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്കെന്ത് സംഭവിക്കാനാ? പിന്നെ ഷർട്ട് തന്നിട്ട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞ എന്താ എന്റെ അർത്ഥം? ടവലല്ലേ വേണ്ടത്? അതെ, കുളിച്ചു കഴിഞ്ഞിട്ട് ഈ ഷർട്ട് ഇടാൻ വേണ്ടിട്ടാ ഞാൻ കൊണ്ടുവന്നേ. രാത്രി ഞാൻ സാധാരണ നൈറ്റ് വെയറല്ലേ ഇടാറുള്ളത്, അല്ലാതെ ഓഫീസ് ഷർട്ടാണ് ഇടാറുള്ളത്. അത് എന്നും ടീഷർട്ട് അല്ലേ ഇടുന്നേ? ഏട്ടനിന്ന് ഈ ഷർട്ട് ഇട്ടുള്ളൂ.
എന്താ സംഭവിച്ചെന്ന് പറയും. ഒന്നും സംഭവിച്ചില്ലെന്നേ. ആദ്യം ഏട്ടൻ പോയി കുളിച്ചിട്ട് വരൂ കേട്ടോ. വസുന്ധര, താൻ എന്തായി ചെയ്യുന്നേ? കഴുകാനുള്ള തുണിയെല്ലാം വാഷിംഗ് മെഷീനിൽ ഇടാൻ കൊണ്ടുപോവാ. മൈ ഗോഡ്, അതിന് ഞാനിതുവരെ ഡ്രസ് അഴിച്ച് തന്നില്ലല്ലോ. താൻ വാഷിംഗ് മെഷീനിൽ ഇടാൻ കൊണ്ടുപോകുന്നതേ എന്റെ ലാപ്ടോപ്പാ. ഞാൻ എന്തായി കാണിക്കുന്നേ? ഇതെങ്ങനെയാ ഇപ്പൊ കവർ ചെയ്യുന്നേ? ചുമ്മാതെ ഏട്ടാ, വാഷിംഗ് മെഷീനില് ബാഗ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ടായിരുന്നു. ഒരു മിനിറ്റ്, ഏട്ടൻ വെയിലത്തല്ലേ വന്നത്? ഞാൻ പോയി തണുത്ത മോര് കൊണ്ടുവരാം. വാട്ട്? എന്താ ഞാൻ വെയിലത്ത് വന്നെന്നൊക്കെ പറയുന്നത്? ആക്ച്വലി ഇപ്പൊ സമയം എത്രയാണെന്നറിയോ? രാത്രി മണി 10 ഇപ്പൊ രാത്രി നിലാവെളിച്ചമല്ലാതെ വെയിലെവിടുന്ന് വരാനാ? അത് രാവിലെ ഏട്ടൻ വെയിലത്തല്ലേ ജോലി ചെയ്തേ? രാവിലെ ഞാൻ ഓഫീസിലല്ലേ ഇരിക്കാറ്. അതിനകത്ത് എവിടുന്നാ വെയില്? കൂടുതൽ സമയം AC റൂമില്ല. അത് ഏട്ടൻ സൈറ്റ് കാണാനൊക്കെ പോവാറില്ലേ? അപ്പോ അവിടെ വെയിലുണ്ടാവുമല്ലോ. വസുന്ധരെ, ആ ബാഗ് ഇങ്ങതാ. വാ ഇങ്ങോട്ട്. എന്തിനാ ഏട്ടാ? ഇവിടെ ഇരിക്കേ, പറയാം. ഇരിക്കേ. എനിക്ക് അസുഖമൊന്നുമില്ല ഏട്ടാ, ഞാൻ നന്നായിട്ട് തന്നെ ഇരിക്കുന്നെ. ഷർട്ട് തന്നിട്ട് കുളിച്ചിട്ട് വന്ന് പറഞ്ഞു. എന്റെ ലാപ്ടോപ്പ് ബാഗ് വാഷിംഗ് മെഷീനിൽ ഇടാൻ പോയി. രാത്രിയെ പകലെന്ന് പറയുന്നു. എന്താടോ ഇങ്ങനെ? അയ്യോ, ഞാൻ മറന്നുപോയിട്ടോ ഓർമ്മയില്ലാതെയോ പറഞ്ഞതല്ല ഏട്ടാ, തമാശ പറഞ്ഞതാ ഏട്ടാ. ഏട്ടൻ ഓഫീസിലിരുന്ന് ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് വരുന്നല്ലേ, അതുകൊണ്ട് കുറച്ചൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടിട്ട് വെറുതെ തമാശ പറഞ്ഞതാ ഞാൻ. ഇത് താനല്ല. ഞാനല്ലെന്നോ? തനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കൊരു പ്രശ്നമില്ല ഏട്ടാ. ദയവ് ചെയ്ത് അതെന്താണെന്ന് എന്നോട് പറയും. ഇല്ലാത്ത പ്രശ്നങ്ങള് ഞാൻ എങ്ങനെ പറയാനാ? പ്ലീസ്. തന്റെ മനസ്സിനുള്ളിൽ തന്നെ വെച്ച് ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കരുത്. പ്രശ്നം ഇനി എന്താണെങ്കിലും എന്നോട് ധൈര്യമായിട്ട് പറയാം, ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഏട്ടനോട് പറയാൻ പറ്റൂ. ഒന്നുമില്ലാന്ന് ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലേ? ഇനി എന്നോട് പറയാൻ പാടില്ലാത്തതാണോ? പറഞ്ഞാൽ ഞാൻ വിഷമിക്കുന്നാണോ? അതോ തന്നോട് ദേഷ്യപ്പെടുമെന്നാണോ? പറയുന്നേ. അതിനെ കഷ്ടപ്പെടുത്തുന്നതാണോ അതോ ദേഷ്യപ്പെടുത്തുന്നതാണോ? അത് അതൊന്നുമില്ല ഏട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പറയാം. എനിക്ക് ഏട്ടനല്ലാതെ വേറെ ആരാ ഉള്ളത്? സത്യമായിട്ടും ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല ഏട്ടാ. താൻ കഷ്ടപ്പെടുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ഞാൻ ഇത്രയും തവണ ചോദിക്കുന്നത്. ഓരോ തവണയും ഏതെങ്കിലും ഒരു പ്രശ്നം എന്നിൽ നിന്ന് മറച്ച് താൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇത്തവണ അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്.
താൻ എന്നെ അന്യനായിട്ട് കാണരുത്. എന്ത് കാര്യത്തിനായാലും ഞാൻ എപ്പോഴും തൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. തനിക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല, എന്നെ വിശ്വസിക്കാം. മനസ്സിലായോ? ഭഗവാനെ, ഇദ്ദേഹത്തോട് ഞാൻ എങ്ങനെയാ ഇത് പറയാ? ഞാൻ എന്താ ഇനിയിപ്പോ ചെയ്യാ? എന്താ ആന്റി ഇത്രയും നേരം ഉറങ്ങിയേ? എങ്ങനെ ഉറങ്ങാനാടി? രാത്രി മുഴുവൻ സ്വപ്നം അല്ലായിരുന്നോ? ദുസ്വപ്നമായിരുന്നോ? അല്ലെന്നേ, മധുരമുള്ള സ്വപ്നങ്ങൾ. മധുര സ്വപ്നങ്ങളോ? അപ്പോ സ്വീറ്റ്സ് കഴിക്കുന്ന സ്വപ്നമായിരുന്നോ? മധുര സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാ മധുരം തിന്നുകൊണ്ടിരിക്കുന്ന സ്വപ്നമല്ല. ഞാനും എന്റെ ട്യൂഷൻ മാഷും സ്വപ്നത്തില് ഡ്യൂറ്റ് പാടിയിരുന്നടി. ട്യൂഷൻ മാസ്റ്ററും ആന്റിയും ഡ്യൂറ്റ് പാടിയെന്നോ? എവിടെ? കാശ്മീരിലെ ആപ്പിൾ തോട്ടത്തിന് നടുവിൽ, കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിൽ, ഹിമാലയത്തിലെ ഗിരിശൃംഗങ്ങളിൽ, നയാഗ്ര വെള്ളച്ചാട്ടത്തിന് നടുവിൽ, സുന്ദരമായ സ്ഥലങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ പാടി പാടി നടക്കുകയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ പോയല്ലോ. അതെ, അതുകൊണ്ടാടി ദേഹം മുഴുവൻ നല്ല വേദന. ഉറക്കല്ലാത്തോണ്ട് നല്ല തലവേദനയുണ്ട്. മോളെ, എനിക്ക് ചൂടായിട്ട് നല്ല സ്ട്രോങ് കോഫി വേണം. ഇട്ടോണ്ട് തരുമോ? ഹാളിൽ വന്നിരിക്കെ, ഞാൻ കൊണ്ടുവരാം. മുറുക്കി ചുവന്നതോ മാരൻ മുത്തി ചുവപ്പിച്ചതോ. ഇവിടെ രാംമോഹൻ എന്ന് പറയുന്ന ആരാ? ഞാനാണ്. നിങ്ങളൊക്കെ ആരാ? ഈ സ്ഥലത്തിന്റെ ഓണറാ ഞാൻ. ഇത് ഞങ്ങളുടെ വീടാണല്ലോ. വീട് നിങ്ങളുടെ തന്നെയാ. വീട് പണിതിരിക്കുന്ന സ്ഥലം എന്റേതാ. നിങ്ങൾ എന്തായി പറയുന്നേ? ഞങ്ങൾ ഈ സ്ഥലം വാങ്ങി വീട് വെക്കുകയായിരുന്നു. ഇല്ല, നിങ്ങൾ അതിക്രമിച്ച് കയറി വീട് പണിതിരിക്കുക. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ആക്രമിക്കാൻ ഞങ്ങൾ എന്താ റൗഡികളോ ഗുണ്ടകളോ അങ്ങനാണോ? നീ മിണ്ടാതിരിക്കെ. നോക്ക്, നിങ്ങൾ സ്ഥലം മാറി വേറെ വീട്ടിൽ പോകുന്നതിന് പകരം ഇവിടെ വന്നെന്നാ തോന്നുന്നത്. ഈ വീടും സ്ഥലവും ഞങ്ങളുടേതാ. ഞങ്ങൾ ആരുടെ നിന്നും പിടിച്ചു വാങ്ങിയതല്ല, പണം കൊടുത്ത് വാങ്ങിയതാ. ഞാനും അതുപോലെ പണം കൊടുത്ത് തന്നെ വാങ്ങിയതാ. വാങ്ങിയ സ്ഥലം ആരും കൈയടക്കില്ലെന്ന് കരുതി കൽക്കട്ടയിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഇപ്പോഴാ തിരികെ വന്നത്. നിങ്ങളപ്പോഴേക്കും വീടും പണിതു. ഈ സ്ഥലം ഞങ്ങളുടേതാണെന്ന് തെളിയിക്കുന്നതിന് ആധാരം ഞങ്ങളുടെ കയ്യിലുണ്ട്. സ്ഥലം വാങ്ങിയതിന്റെ രേഖയുണ്ട്. അഖിൽ, അതിങ്ങെടുത്തോണ്ട് വാ.
നോക്കൂ, ഇയാൾ ഈ സ്ഥലം ഞങ്ങൾക്ക് വിറ്റതിനും കരമടച്ച രേഖയുമുണ്ട്. നിങ്ങളുടെ കയ്യില് വിലയാധാരം മാത്രമേ ഇരിപ്പുള്ളൂ. എന്റെ കയ്യിൽ നിങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സ്ഥലം വാങ്ങിയതിന്റെ ഒറിജിനൽ വിലയാധാരവും പിന്നെ മുന്നാധാരവും ഇരിപ്പുണ്ട്. ഇതാ അതിന്റെ ജെറോക്സ്, നോക്കിക്കോളൂ. അഖിൽ, ഇതൊന്ന് നോക്കിയേ. ആ അതെ അച്ഛാ, നമ്മള് 1985 ഈ സ്ഥലം വാങ്ങുന്നത്. പക്ഷേ 1975 ഈ സ്ഥലം മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളെക്കാൾ 5 വർഷം മുമ്പ് തന്നെ ഈ സ്ഥലം വാങ്ങി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ആരോ നിങ്ങളെ ശരിക്കും പറ്റിച്ച് ഈ സ്ഥലം നിങ്ങൾക്ക് വിറ്റിരിക്കുകയാണ്. മുന്നാധാരം ഒന്നും നോക്കാതെ നിങ്ങൾ എന്തിനാ ഈ സ്ഥലം വാങ്ങിയത്? അങ്ങനെ മുന്നാധാരം നോക്കിയിരുന്നെങ്കിൽ അവർ പറ്റിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായേനെ. ഇല്ല, എനിക്ക് ഈ സ്ഥലം തന്നത് വളരെ വിശ്വസ്തനായ ഒരാളാ, നല്ലവനാ. അതുകൊണ്ടാണ് കരമടച്ച രസീത് മാത്രം വാങ്ങിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വന്നത്. നല്ലവരായിരുന്നെങ്കിൽ നിങ്ങളെ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നേ? എന്തിന് നിങ്ങളെ വഞ്ചിക്കണം? അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾക്ക് 24 മണിക്കൂർ സമയം തരാം. വീടൊഴിഞ്ഞിവിടുന്ന് പുറത്തു പോയിരിക്കണം. വീടൊഴിയണോന്ന് പറഞ്ഞ പെട്ടെന്ന് വീടൊഴിയാനൊക്കെ പറഞ്ഞ ഞങ്ങൾ എവിടെ പോവും? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്റെ സ്ഥലം തിരികെ വേണം. നാളെ ഞാൻ വരുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടാവരുത്. ഈ സ്ഥലം നിങ്ങളുടേത് തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് ആദ്യം പരിശോധിക്കണം. അതിനല്ലേ ഞാൻ ഒരു ദിവസം സമയം തന്നത്. എന്ത് വേണേലും ചെയ്തോളൂ. ഇതിനെക്കുറിച്ച് എവിടെ ചെന്ന് വേണമെങ്കിലും അന്വേഷിച്ചോളൂ. ഇത് എന്റെ സ്ഥലമാണ്. എന്റെ സ്ഥലം എനിക്ക് കിട്ടിയിരിക്കണം. നാളേക്കുള്ളിൽ ഒഴിയുകയും വേണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കണ്ടല്ലോ പിള്ളാരെ, ഇവര് നിങ്ങളെ ബലം പ്രയോഗിച്ച് പുറത്തിറക്കേണ്ടി വരും. ആ കോപ്പി നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കൊണ്ടുപോയി അന്വേഷിച്ചോ. നാളെ ഇതേ സമയം ഞാൻ തിരികെ വരും. വാടോ. എന്താ ഏട്ടാ ഇതൊക്കെ? ശബ്ദമില്ലാത്ത ഇടവിട്ട് പോലെ എന്ത് പ്രശ്നം ഏട്ടാ ഇത്? നമ്മുടെ സ്ഥലത്തെ പെട്ടെന്നൊരാൾ വന്ന് അവരുടെ സ്ഥലം എങ്ങനെ പറയാൻ പറ്റും? വാങ്ങിയ അന്ന് തന്നെ എന്താ ചെയ്ത് രജിസ്റ്റർ ചെയ്തിരുന്നത്? ഈ സ്ഥലം വിറ്റ ആൾക്കാരിപ്പോ ജീവനോടെ ഉണ്ടോ അച്ഛാ? എന്താ ഏട്ടാ ഒന്നും മിണ്ടാതെ നിക്കുന്നേ? എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അഭിയും ഭാസ്കറും ഒക്കെ എവിടെ?
ആരെങ്കിലും വന്നാൽ അത് അവരെ സ്ഥലം എങ്ങനെ പറയുന്നേ? നമ്മൾ അതിക്രമിച്ച് കയറിയെന്ന് അവരെങ്ങനെ പറയാ? ഏട്ടാ, നമ്മളെ വക്കീലിനെ വിളിക്കാം. ഹലോ, ആ വക്കീൽ സാറേ. ആ ശരി സാർ, ഓക്കെ ബൈ. അദ്ദേഹം വരുന്നുണ്ടോ? ആ വരുന്നുണ്ടോ ബി? ഓക്കെ. നിങ്ങൾ ഈ സ്ഥലം വാങ്ങിയതായി മാത്രമേ ഈ രേഖയിലുള്ളൂ. നിങ്ങളുടെ പേരിൽ ഇത് രജിസ്ട്രേഷൻ ആയിട്ടില്ല.